ലീഗ് സമസ്ത തർക്കത്തിൽ മഞ്ഞുരുക്കം. സന്ദേശയാത്രയുടെ മലപ്പുറം സമ്മേളനത്തിൽ സാദിഖലി തങ്ങൾ പങ്കെടുക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. നാസർ ഫൈസി കൂടത്തായിയെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തും. യാത്രയുടെ പതാക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടന്നുവെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, വിശദാംശം. ആഷിഖിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങി വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലീഗ് സമസ്ത തർക്കത്തിൽ മഞ്ഞുരുക്കം എന്നുള്ള ഒരു സുപ്രധാനമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സന്ദേശയാത്രയുടെ മലപ്പുറം സമ്മേളനത്തിൽ സാദിഖലി തങ്ങൾ പങ്കെടുക്കുമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നാസർ ഫൈസി കൂടത്തായിയെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. യാത്രയുടെ ഈ പതാക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടന്നുവെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ലീഗ് സമസ്ത തർക്കത്തിൽ മഞ്ഞുരുക്കം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? അത് ഇന്ന് സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സന്ദേശയാത്രയുടെ തൊടുപുഴയിലെ സമ്മേളനത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഈ നിലയിൽ ഒരു പ്രതികരണം നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട് ലീഗ് ബഹിഷ്കരണം നടത്തിയിരിക്കുന്നു. ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള പ്രചാരണം നടന്നിരുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനെ തള്ളുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ദേശയാത്രയുടെ തുടക്കം എന്ന നിലയിൽ പതാക കൈമാറുന്ന ചടങ്ങിൽ നിന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ വിട്ടുനിന്നു എന്നുള്ളതാണ്. അത് തെറ്റായ വാർത്തയാണ്. തങ്ങളോട് ആ നിലയിൽ പതാക കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ചടങ്ങുകൾ നടന്നത്. തങ്ങൾ വിട്ടുനിന്നു എന്നുള്ളത് വ്യാജമായ പ്രചാരണമാണ് എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ സാദിഖലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഈ സന്ദേശയാത്രയുടെ പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നും പറയുന്നു. അതെന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിലെ ആളുകൾ ഈ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനമില്ല. അതിനെ തള്ളുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അബ്ബാസ് അലി ശിഹാബ് തങ്ങളും സാദിഖലി ശിഹാബ് തങ്ങളും അടക്കമുള്ള പാണക്കാട് കുടുംബത്തിലെ എല്ലാവരും തന്നെ ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. കൂടാതെ ഇതിന്റെ സംഘാടക സമിതിയിൽ, ഈ യാത്രയുടെ സംഘാടക സമിതിയിൽ ലീഗ് അനുഭാവികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിമർശനവും ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹത്തെ കൂടിയും ഈ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള തീരുമാനമായിട്ടുണ്ട് എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമാണ്, നേരത്തെ നിന്നിരുന്ന പ്രശ്നങ്ങൾ ലീഗ് ഉയർത്തിയ ഒരു എതിർപ്പിനെ പരിഗണിക്കുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ലീഗ് നേതൃത്വം, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾമാരോട് ഈ യാത്രയുടെ പരിപാടികൾ പങ്കെടുക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയും കൂടാതെ ലീഗ് അനുകൂലികളായ സംസ്ഥാന നേതാക്കൾ മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.